നീ നിന്റെ സഹോദരന് വേണ്ടി ഓരോ കുഴികളും ഒരുക്കുമ്പോൾ നീ അറിയുന്നില്ല നിന്റെ സഹോദരങ്ങൾ നിനക്ക് വേണ്ടി ഒരുക്കിയ കുഴിയുടെ ആഴം. നന്മയെ തിന്മ കൊണ്ടും സത്യത്തെ അസത്യം കൊണ്ടും ധർമ്മത്തെ അധർമ്മം കൊണ്ടും പരാജയപ്പെടുത്തി ഭൂമിയിലെ രാജാക്കന്മാരാകുവാൻ ശ്രമിക്കുമ്പോൾ കണ്ടുതള്ളുന്ന കാഴ്ചകൾക്കിടയിൽ ഒരു നാടകവും കൂടി. നമ്മൾ അഥർവമന്ത്രം ജപിക്കുന്നവർ. സത്യം ജയിക്കണം, ധർമ്മം ജയിക്കണം, ന്യായം നടക്കണം, നീതിയുണ്ടാകണം, പുണ്യമുണ്ടാകണം, നന്മയുണ്ടാകണം, മംഗളം ഭവിക്കണം, ലോകമെമ്പാടും മംഗളം ഭവിക്കണം, സത്യം ജയിക്കണം. മോളെ പുണ്യവതി, ഇപ്പോ 3 മണിശബ്ദങ്ങൾ കേട്ടോ? ഓ ഇല്ല, ഇത് എത്രാമത്തെ തവണയാ ചോദിക്കുന്നത്? കേൾക്കുമ്പോ ഞാൻ പറയാം, അപ്പോൾ കവാടം തുറന്നാൽ മതി. ഇപ്പോഴാ മണി മുഴങ്ങിയത്. ആശ്വാസമായി, എന്റെ മക്കൾ എത്തി. ഇത്രയും നേരം നെഞ്ചു പിടയുകയായിരുന്നു. വളരെ രഹസ്യമായിട്ടാ ഞങ്ങൾ ഓരോ സ്ഥലത്തു നിന്നും ആഹാര സാധനങ്ങൾ സമ്പാദിക്കാൻ ശ്രമിച്ചത്. പല സ്ഥലത്തു നിന്നും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. ഒടുവിൽ കിട്ടിയ കുറെ റൊട്ടി കഷ്ണങ്ങളുമായി കുറുമക്കാട്ടിലൂടെ മലയടിവാരത്തെത്തി. ഇനി ഭയക്കാനൊന്നുമില്ല എന്ന് എന്നോട് പറയുകയും പുറകിൽ നിന്നും അദ്ദേഹത്തെ ആഞ്ഞു വെട്ടുകയും ഒന്നിച്ചായിരുന്നു. പട്ടിണി കിടന്ന് മരിക്കാനാണ്. 2 ദിവസം കൂടി ജീവിക്കാമായിരുന്നില്ല. വെട്ടുകൊണ്ടിട്ടും അദ്ദേഹം വിളിച്ചു പറയുന്നത് ഇപ്പോഴും എന്റെ കാതുകളിൽ മുഴങ്ങുകയാ. ഭാഗ്യവതി, ഇതാ ഇത് കൊണ്ടുപോയി അവർക്ക് കൊടുക്ക്. അച്ഛനും മറ്റുള്ളവരും അവിടെ വിശന്നിരിക്കുകയാ. കൊണ്ടുപോകാൻ. മകന്റെ വിലയായി റൊട്ടി കഷ്ണങ്ങൾ തിന്നിട്ട് എങ്ങനെയായി അച്ഛൻ വിശപ്പടക്കുക? അച്ഛന്റെ ബലിച്ചോറുണ്ട്. ഈ മകൾ എങ്ങനെയാ തൃപ്തി അടയ്ക്കുക? എങ്കിലും എന്റെ അമ്മ ഇത്രയ്ക്ക് ദുഷ്ടയായിരുന്നു. ജീവന് വേണ്ടി പിടയുന്ന എന്റെ അച്ഛനെ വഴിയിൽ ഉപേക്ഷിച്ച് ഞങ്ങൾക്ക് തിന്നാൻ ഈ റൊട്ടിയുമായി പോരാൻ അമ്മയ്ക്ക് എങ്ങനെയാ തോന്നിയേ? എന്റെ അച്ഛന്റെ ചോരയുടെ മണമുള്ള ഈ റൊട്ടി കഷ്ണങ്ങൾ ഞങ്ങൾക്ക് വേണ്ട. നാശീല, എന്നെ അകത്തേക്ക് കൊണ്ടുപോകരുത്. അത് അബദ്ധമാ. ഇവിടെ ഉപേക്ഷിക്ക്. സത്യശീല, നീതിശീല, വേഗം വാ, വന്ന് കേറ്. ശത്രുക്കൾ ഇങ്ങ് എത്തിക്കഴിഞ്ഞു. മക്കളെ,
ഇങ്ങോട്ട് കയറി നിൽക്ക്, ഞാൻ കവാടം അടയ്ക്കട്ടെ. അച്ഛൻ കവാടം അടച്ചോളൂ, ഞാൻ പുറത്തു നിന്നോളാം. ഞാൻ ഇവിടെ കിടന്നു മരിച്ചാൽ, ഇവിടെ കിടന്ന് ചീഞ്ഞാൽ ആ നാറ്റം നിങ്ങൾക്ക് അസഹനീയമാകും. അച്ഛൻ കവാടം അടച്ചോളൂ. അടയ്ക്കാൻ എന്റെ മക്കളെ പുറത്ത് നിർത്തി ഞാൻ എങ്ങനെ കവാടം അടയ്ക്കുക? മന്ത്രങ്ങൾ കൊണ്ട് ഈർക്കിലിക്ക് പോലും ജീവൻ കൊടുക്കുന്ന കിഴവൻ മരിക്കാൻ തയ്യാറായിക്കൊള്ളൂ. അച്ഛനെ ഒന്നും ചെയ്യരുത്. അച്ഛൻ എന്തെങ്കിലും സംഭവിച്ച വേണ്ട. നാസികയിൽ നാശത്തിന്റെ ദുർഗന്ധം മുട്ടി വിളിച്ചു തുടങ്ങി. അസ്തമയം കടലിൽ തന്നെയാകട്ടെ. കഴിഞ്ഞുപോയ കാലങ്ങളിൽ കൊഴിഞ്ഞ ഇലകളത്രയും ശത്രുതയുടേത്, പൊട്ടിക്കിളിർത്ത ശിഖരങ്ങൾ പകയുടേത്. ഞങ്ങളുടെ ഹൃദയത്തുടിപ്പുകൾ പോലും നിങ്ങളോടുള്ള പകപോക്കലിന്റെ താളമാണ്. കളിക്കാൻ കൈധരിക്കുന്നു. എവിടെ തുടങ്ങണം? മുത്തശ്ശന്മാരുടെ കാലം മുതൽ നിങ്ങൾ അവകാശമായി അനുഭവിച്ചു വന്ന ഒരു അമൂല്യ സമ്പത്തുണ്ട്. ലോകം മുഴുവൻ കീഴടക്കാൻ കഴിയുന്ന അമൂല്യ രത്നങ്ങളടങ്ങിയ ഒരു കുടം. അതിന്ന് ഞങ്ങൾക്ക് കൈമാറണം. ഇല്ല, തലമുറകളുടെ നിലനിൽപ്പിന്റെ ആധാരമായ ആ അമൂല്യ സമ്പത്ത് ഞാൻ നിങ്ങൾക്ക് കൈമാറ്റം ചെയ്യില്ല. അച്ഛാ, അതവർക്ക് കൊടുത്തേക്കൂ. ലോകം നശിച്ചാലും നമുക്ക് നശിക്കാതിരുന്നു കൂടെ? തെറ്റ്. നമ്മൾ നശിച്ചാലും ലോകം നശിക്കാൻ പാടില്ല മക്കളെ. അരുത്, അച്ഛനെ ഒന്നും ചെയ്യരുത്. അച്ഛനെ കൊല്ലരുത്. അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാവരും നശിക്കും. അച്ഛനെ ഒന്നും ചെയ്യരുത്. അച്ഛാ, 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 മന്ത്രശക്തി കൊണ്ട് മരിച്ചവനെ ജീവിപ്പിക്കുന്ന അച്ഛൻ ദേ മരിച്ചുപോയി. കൊല്ല്, ഞങ്ങളെ കൊല്ല്. ഇനി വരാനിരിക്കുന്ന ദുരന്തത്തെക്കാൾ ഭേദം അതാ. കൊല്ല്, ഞങ്ങളെ കൊല്ല്. എന്റെ അച്ഛനെ കൊന്നു, എന്റെ മുത്തച്ഛനെ കൊന്നു, ഇനി ഞങ്ങളെ കൊല്ലുവോ? കൊല്ലും. ഞങ്ങളെങ്കിലും കൊല്ലാതിരിക്കാമോ? ഞങ്ങൾക്ക് ജീവിക്കാനുള്ള കൊതി കൊണ്ടാ. നല്ല ഉപ്പുരസം. കണ്ണുനീരിന് ഈ രുചിയുണ്ടെങ്കിൽ ചോരയ്ക്ക് എന്തു രുചിയായിരിക്കും? നിങ്ങൾക്ക് വേണ്ടതാ സ്വർണ്ണക്കുടമല്ലേ? അത് ഞാൻ തരാം.
സതീശന്റെ അവിവേകം കാണിക്കരുത്, കൊടുക്കരുത്. കാരണവന്മാരുടെ ശാപം നീ ഏറ്റെടുക്കരുത്. നന്മ നിറഞ്ഞ കാതമാരെ, അപരാധങ്ങൾ പൊറുക്കണേ. ഇനിയാണ് നമ്മൾ ലോകം കീഴടക്കാൻ പോകുന്നത്. നമ്മുടെ മുൻപിൽ നാഗദൈവങ്ങൾ പോലും പത്തിമടക്കും. വേണ്ട പുണ്യവനെ, നമുക്ക് മരിക്കാം. നമ്മുടെ കൂടപ്പിറപ്പുകാരുടെ കൂടെ മരിക്കാം. അല്ലെങ്കിൽ നമ്മൾ മരിക്കാതെ മരിക്കേണ്ടി വരും. ഞാൻ കുടം പിടിക്കാം, നിങ്ങൾ കവാടം തുറക്കുക. ഇത് വലിയ പാറയാണ്, അനങ്ങുന്നില്ല. നമ്മുടെ ശക്തിക്ക് മുൻപിൽ അനങ്ങാത്ത പാറയാണ്. ഞാൻ തുറക്കാം. ഈശ്വര, മുമ്പ് ഇവൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? വേണ്ട പുണ്യവനെ, നമുക്ക് മരിക്കാം. നമ്മുടെ കൂടപ്പിറപ്പുകാരുടെ കൂടെ മരിക്കാം. അല്ലെങ്കിൽ നമ്മൾ മരിക്കാതെ മരിക്കേണ്ടി വരും. നമ്മൾ മരിക്കാതെ മരിക്കേണ്ടി വരും. നമ്മൾ മരിക്കാതെ മരിക്കേണ്ടി വരും. ഇത് കായിക ശക്തി കൊണ്ട് അടച്ച കവാടമല്ല, ഏതോ മാന്ത്രിക ശക്തിയാണ്. ഇവരിൽ ആരെങ്കിലും നോക്കിയാലേ ഇത് തുറക്കാൻ കഴിയും. ഇവരിൽ ആര് നോക്കാൻ? എല്ലാവരെയും നമ്മൾ കൊന്നില്ലേ? എന്റെ പൊന്നുമോൻ, അവൻ ഞാനില്ലാതെ ഭക്ഷണം കഴിക്കില്ല. എന്റെ ഭാര്യ അവൾ ഭീരു. സന്ധ്യ കഴിഞ്ഞപ്പോ ഞാൻ അവൾക്ക് കൂട്ടുണ്ടാവണം. ലോകം മുഴുവൻ നേടാൻ കഴിയുന്ന ഈ രത്നങ്ങൾ കൊണ്ട് നമുക്കിവിടെ നിന്നും രക്ഷപ്പെടാം. പൂർവപിതാക്കന്മാരിൽ ആരുടെയോ ചിതാഭസ്മം, ഒരു മനുഷ്യന്റെ ഭൂമിയിലെ അവശേഷിപ്പ്. ഇതിനു വേണ്ടി എത്രയെത്ര രക്തപ്പുഴകൾ ഒഴുക്കി, എത്രയോ കബന്ധങ്ങൾ മണ്ണിൽ വീണു. ഇതുണ്ടെങ്കിൽ ലോകം മുഴുവൻ നേടാം. പക്ഷെ ഇപ്പോ നമുക്കൊന്നും നേടണ്ട. ഒന്ന് ജീവനെങ്കിലും ഒന്നും നേരത്തെയും പറയായിരുന്നു. ഈ ഗുഹ ഒരു മനുഷ്യനായിരുന്നെങ്കിൽ മരിച്ചു വീണ ഇവരും അവരെ കൊന്നിട്ട് മരണം കാത്തു കഴിയുന്ന നമ്മളും ആ
മനുഷ്യന്റെ ചിന്തകളായിരുന്നെങ്കിൽ നമ്മളെല്ലാം മറ്റുള്ളവരെ കൊന്നൊടുക്കി ജീവിത വിജയം നേടാൻ ശ്രമിക്കുന്നവരല്ലേ? ഒടുവിൽ നമ്മുടെ ജീവിതം പരാജയം. അധികാരത്തിമിരവും അത്യാർത്തിയും കൊണ്ട് ലോകം മുഴുവൻ വിഴുങ്ങാൻ ആഗ്രഹിക്കുന്ന നരഭോജി സംസ്കാരമേ, നിന്റെ സൂര്യ തേജസ് ഗുഹാമുഖം കടന്നു പോവില്ല. ഒന്നും മരിക്കാൻ പോലും കഴിയാത്തവരായി നിങ്ങൾ മാറും.